ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അന്ധകാരനഴി എന്ന ബീച്ചിലാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ചെറിയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദിച്ചു മോളെ നമ്മൾ ബീച്ച് കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് മോളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ബീച്ചിൽ പക്ഷേ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്. ഞാനും കീർത്തിമോളും ചേട്ടനും ഒക്കെ മുമ്പ് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് കുഞ്ഞുവാവയും കൊണ്ട് പോകാനൊരു ടൈമായത്. ചേട്ടൻ്റെ സമയമൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഇപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനടുത്ത് യാത്ര മാത്രമേ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. ആലപ്പുഴ അന്ധകാരനഴി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. നല്ല ബീച്ചാണ്, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടെ പോകുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ബീച്ചിൽ പോകുന്നതെന്ന് കേൾക്കുമ്പം എനിക്കും കീർത്തിമോൾക്കും ഒരു ഭയങ്കര സന്തോഷമാണ്. എനിക്കും ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്ര നോക്കി നിന്നാലും മതി വരാത്തൊരു പ്ലേസല്ലേ ബീച്ചെന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കൊരിക്കലും മടുക്കത്തുമില്ല. പിന്നെ ഉപ്പുവെള്ളത്തിനൊരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്ക് തരാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ്സിനെയൊക്കെ കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് ഉപ്പുവെള്ളത്തിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ബീച്ചിലേക്ക് പോയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. പോവാത്തവർ ഈ ബീച്ചിലൊന്ന് പോകണം. നല്ല ബീച്ചാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കായലിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. ചീനവലയും കാര്യങ്ങളും ഒക്കെ. നമ്മൾ വെയിലായത് കാരണം ഇവിടെയൊന്നും ഇറങ്ങി നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. നല്ല വെയിലായിരുന്നു. നമ്മൾ ഈവനിങ്ങിന് മുമ്പ് അവിടെ എത്തി. ഈവനിങ് ആവുമ്പം തിരിച്ചു പോരണം എന്ന് വിചാരിച്ചാണ് ഇവിടുന്ന് ഇറങ്ങി. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അന്ധകാരനഴി എന്ന ബീച്ചിലാണ്. വളരെ മനോഹരമായ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു ബീച്ച് തന്നെയാണ് അന്ധകാരനഴി. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചുകൂടി ഭംഗിയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള ഇടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ. എനിക്കിഷ്ടപ്പെട്ടു. വന്നിട്ടുള്ളവർക്കറിയാം ഇഷ്ടപ്പെടുമായിരിക്കും. എന്നാലും വരാത്തവർ ഇവിടെ വരണം, കാണണം. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ച്. ചേട്ടൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം തന്നെ വണ്ടിയിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഞാനും കീർത്തിമോളും ദിച്ചുമോളും കൂടെ ബീച്ചിലേക്ക് നടന്നു. നമുക്ക് ബീച്ചിനടുത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ ഒരുപാട് ദൂരമൊന്നും നടക്കണ്ട. ഭയങ്കര സൈലൻറ്റും. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് വെയിൽ കുറച്ചും കൂടെ താഴണമായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെയിൽ നന്നായിട്ട് കുറഞ്ഞു. അങ്ങനെ നമ്മൾ ബീച്ചിനടുത്തെത്തി. ദിച്ചുമോൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ദിച്ചുമോൾ വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് വെള്ളത്തിനോടൊരു അഡിക്ഷനുള്ള ആളാണ്. അതുകൊണ്ട് വീട്ടിലാണെങ്കിലും നമ്മൾ വെള്ളം അവളെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവളുടെ ഒരു എക്സ്പ്രഷനും ഹാപ്പിനെസ്സും ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിലേക്ക് കാലുമുക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നറിയാൻ പാടില്ലായിരുന്നു. അതുപോലെ സന്തോഷമായിരുന്നു കുഞ്ഞിന് വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. ഞങ്ങൾക്കും അതെ. ഞങ്ങളും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കീർത്തിമോളും ദിച്ചുമോളും കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. ചേട്ടൻ പക്ഷേ അങ്ങ് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു പോയി. കുറച്ചും കൂടി ഒന്ന് വെയിൽ താന്നിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ കുറേ നേരം അവിടെ നിന്നു. ഇവള് കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. വരാത്തവരൊക്കെ വരണം കേട്ടോ. അത്രയ്ക്ക് നല്ല പ്ലേസാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരയൊന്നും വലിയ ഒരു ശക്തമായിട്ടുള്ള തിരയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഭാഗം ഇങ്ങനെ കടലിൻ്റെ സൈഡിലൂടെ തന്നെ വേറെ ഒരു പോർഷനും കൂടി ഉണ്ട്. അവിടെ അധികം തിരയൊന്നുമില്ല. അങ്ങനെ 2 പോർഷനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറി മാറി നിൽക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. പിന്നെ വളരെ വലിയ പിന്നെ നീറ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ചും തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നു. വെള്ളത്തിലൊരു എനിക്ക് തോന്നുന്നത് നമ്മളൊരു 3 മണി 3:30 ആയപ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് വെയിലായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അവിടെ ഇറങ്ങി നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ. കുറച്ചും കൂടെ ഒരു വെയിൽ താന്ന സമയത്ത് വേണമായിരുന്നു നമ്മളവിടെ എത്താൻ. ഞങ്ങളവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കൂടെ കിട്ടി. ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഡോഗായിരുന്നു ഇത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം എനിക്കൊരു നല്ല പണി തന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ പട്ടിക്കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് മാറി നിന്നു. ഈ പട്ടിക്കുഞ്ഞിനെ കണ്ട സമയം മുതൽ പിന്നെ ദിച്ചുമോക്ക് കടലും കാണണ്ട, വെള്ളത്തിൽ ഉറങ്ങണ്ടാത്തൊരവസ്ഥയായി. അവളിവിടെ ഡിറ്റോയുടെ കൂടെ കളിച്ച് അവൾക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിറ്റോയുടെ ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാനെടുത്ത് വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നെത്തും, അപ്പം തന്നെ അവൾ ഓടി ഈ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്ത് വരും. ഈ പട്ടിക്കുഞ്ഞാണെങ്കിൽ ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ദിച്ചുമോളുടെ പുറകെ തന്നെ വരാനും പോകാനും ഒക്കെ തുടങ്ങി. അവിടെ ബീച്ചിൽ നടക്കാൻ വന്നവരൊക്കെ വേറെ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്ന് ബീച്ചിലൂടെ നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഡോഗ് ഞങ്ങളുടെ ആ ഏരിയയിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്കേ പോകുന്നുണ്ടായിരുന്നില്ല. ഇവളെ ഞാൻ പിന്നെയും പിടിച്ച് ഈ വെള്ളത്തിനടുത്തോട്ട് കൊണ്ട് നിർത്തുകയും ഇതിൽ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഫുള്ള് ശ്രദ്ധ അവളുടേത് ആ പട്ടിക്കുഞ്ഞിലായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് വരാനും അതിനെ കൊണ്ടുവരാനും വേണ്ടിയിട്ടായിരുന്നു വഴക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരം ഇവളെ കാണിക്കാതിരിക്കാൻ മാറ്റി ഈ വെള്ളത്തിൻ്റെ ആ ഒരു രസത്തിലേക്കൊക്കെ കൊണ്ടുവന്നു. പക്ഷേ കയ്യിൽ നിന്ന് പിടിവിട്ട അപ്പം തന്നെ ഇവൾ ഓടി ആ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകും. അവസാനം ഞാൻ വിചാരിച്ചു പോകുമ്പോൾ ഇതിനെ കൂടി കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇവൾ പോവാതിരിക്കുമ്പം ആ പട്ടിക്കുഞ്ഞ് ഓടി ഇവളുടെ അടുത്തേക്ക് വരും. അങ്ങനെ ദിച്ചുമോള് കടലിൽ കളിച്ച് സന്തോഷമായിട്ടിരുന്നതിനേക്കാളും കൂടുതൽ ഈ ഡോഗിൻ്റെ കൂടെയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു ഡോഗായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ ഡോഗിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ കണ്ടപ്പോൾ ഇതിനോട് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നി. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് വന്നാലോ എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേ ഇത്രയും ദൂരം ഉണ്ടായിരുന്നത് കാരണം വണ്ടിക്കകത്ത് എങ്ങനെ ഇതിനെ കൊണ്ടുവരും എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അമ്മ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വേറെ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി ചിലപ്പോൾ ഇതിനെ പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡോഗ്സ് മാറി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓടി വരുമോ എന്നൊരു ടെൻഷനുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ അതിനെ എടുക്കാനൊന്നും പോയില്ല. പക്ഷേ ദിച്ചുമോൾ ഒരു രക്ഷയില്ലായിരുന്നു. ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അവൾക്ക് കടലൊന്നും കാണണ്ട. ദീത്തുമോളാണെ പല കാര്യങ്ങളും കാണിച്ച് ചിരിപ്പിച്ച് ഒക്കെ കൊണ്ടു നടക്കാനൊക്കെ നോക്കി. പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല. പിന്നെ ഞങ്ങളൊരു വിധത്തിൽ അവളെ കളിപ്പീരും കാര്യങ്ങളും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി വേറെ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്നാലും ഇവൾ പിന്നെ അങ്ങോട്ട് തന്നെ ഓടിപ്പോയി പട്ടിക്കുഞ്ഞിൻ്റെ അടുത്തോട്ട് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ കുറച്ചായിട്ട് ആളുകളൊക്കെ വരാൻ തുടങ്ങി. ബീച്ചിൽ വൈകുന്നേരമായപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് കണ്ടോ, പിന്നെയും അങ്ങോട്ട് പോയി. അവിടുന്ന് പിന്നെയും ഞാൻ പിടിച്ചുകൊണ്ട് വരും, പിന്നെയും അങ്ങോട്ട് പോകും, ഒരു രക്ഷയില്ല. അവസാനം പട്ടിക്കുഞ്ഞിന് മനസ്സിലായി ഇത് ഇവളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവളെന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നൊരു പട്ടിക്കുഞ്ഞിന് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ദിച്ചുമോളുടെ അടുത്തുനിന്ന് പട്ടിക്കുഞ്ഞ് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ വന്ന് നിൽക്കുന്നിടത്തൊക്കെ ഇവൻ വന്ന് കിടക്കുക, ഇരിക്കുക, ഓടുക, കളിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു പട്ടിക്കുഞ്ഞും കേട്ടോ. സാധാരണ പട്ടിക്കുഞ്ഞങ്ങനെ ആളുകളെ കാണുമ്പോൾ ഓടിയൊക്കെ പോകുന്നതല്ലേ. പക്ഷേ ഇത് കുഞ്ഞടുത്തോട്ട് ചെന്നിട്ടും അതിനൊരു ശല്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നിൽക്കുകയും അവൾ ഇവിടുന്ന് മാറി വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ വന്ന് കിടക്കും. എനിക്ക് പക്ഷേ ഈ സ്ട്രീറ്റ് ഡോഗ് ആയതുകൊണ്ട് കുഞ്ഞടുക്കുന്നതിനോടൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പിടിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവളങ്ങ് വഴക്കിലേക്ക് വന്നു. അതിൻ്റെ അടുത്ത് വിടാത്തതിൽ ഭയങ്കര വഴക്കിലേക്കൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് പോയേക്കാന്ന്. അങ്ങനെ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നിന്ന് അവിടെ ഒരു വേറെ ഡോഗിനെയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ആ ഡോഗിലോട്ടൊന്നും ഒരു വലിയ ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും ഇവളുടെ പോയേയില്ല. ഇവളുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞു ഡോഗിലേക്കായിരുന്നു. പക്ഷേ അതും ക്യൂട്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ആളുകളൊക്കെ കുറച്ചൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്കൊരു പ്രാവശ്യം വന്നു കഴിയുമ്പം നമുക്ക് തോന്നും പിന്നെയും ബീച്ചിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പിന്നെയും ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ തോന്നും. അത് എന്നാ തോന്നുന്നത്, ഒരു വല്ലാത്തൊരു ആകർഷണ ഫീല് ഈ കടലിന് നമ്മളോടുണ്ടല്ലോ.
നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാനായിട്ട്. പക്ഷേ എനിക്കങ്ങനെ സമാധാനമായിട്ട് നിന്ന് ഒന്ന് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ഫുൾ ഓട്ടമായിരുന്നു. കാരണം ഈ ഡോഗിൻ്റെ കൂടെ ഇവൾ ഓടുമ്പോൾ ഞങ്ങളും അവളുടെ പുറകെ. പിന്നെ കീർത്തിമോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ദിച്ചുമോളുടെ കൂടെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. രണ്ടുപേരും കൂടെ മണ്ണിലൊക്കെ വരച്ചൊക്കെ കളിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അപ്പം നമുക്കിനി മതിയാക്കി പോവാം. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ല ഒരു ഈവനിങ് ഫീലിലേക്ക് വന്നു. അപ്പോൾ പോവാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈവനിങ് ആകുമ്പോഴത്തേക്ക് അധികം ആളില്ലെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി ജസ്റ്റ് അവിടെ വന്ന് ഞങ്ങളും ഒരുമിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചേട്ടൻ വരുന്നത്. പക്ഷേ ഇതൊന്നും നടന്നില്ല. പിന്നെ ചേട്ടൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സിറ്റുവേഷൻ തന്നെ മാറിപ്പോയി. ഭയങ്കരമായിട്ട് ആളുകളൊക്കെ കൂടി. അങ്ങനെ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുവാവയായിട്ടുള്ള ഫോട്ടോസൊന്നും നടന്നില്ല. കീർത്തിമോൾ പോയി 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുവാവയും കൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ആ പട്ടിക്കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ പോയി ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസിൽ അങ്ങനെ അധികം ഇറങ്ങാറില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഓടി വരികയും ഫോട്ടോ എടുക്കാനൊക്കെ വരും. അവരുടെ ഒരു സ്നേഹം ചേട്ടനോട് ഭയങ്കരമായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രൈവസി നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പബ്ലിക് പ്ലേസിൽ ഒരുപാടൊന്നും ഇറങ്ങാറില്ല. പിന്നെ എന്നാലും ഇറങ്ങി എല്ലാവരുമായിട്ടൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ അവിടെ നിന്ന് കുറേ പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചേട്ടൻ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ചേട്ടൻ്റെ അവസ്ഥ. ചേട്ടൻ ഏറ്റവും ലാസ്റ്റ് ഏത് സ്ഥലത്ത് പോയാലും ഞങ്ങൾ ആ സ്ഥലം എല്ലാം കണ്ട് അതിൻ്റെ മതിയായി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കും കൂടെ കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കുറേ ആൾക്കാരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നല്ല ഈവനിങ് ആയിട്ടുണ്ട്, സൺസെറ്റിൻ്റെ സമയമായി. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവളെ വിളിച്ച് അവിടുന്ന് ഞാൻ ഒന്ന് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വഴക്ക് കാരണം പിന്നെയും തിരിച്ചിറങ്ങി ഇവിടെ വന്നു. പിന്നെയും ഞാൻ വണ്ടിയിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഭാഗ്യത്തിന് നമ്മൾ ഈ ബീച്ചിനടുത്ത് തന്നെ വണ്ടി വരുന്നത് കാരണം നമുക്ക് ഒത്തിരി ദൂരമൊന്നും നടന്ന് ബീച്ചിലേക്ക് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ. അപ്പം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും ഇവിടെ വരുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള സൈലൻ്റായിട്ട് നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ്. അപ്പോൾ വരാത്തവരൊക്കെ ഇവിടെ വരണം. അന്ധകാരനഴി എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. ഗൂഗിൾ അടിച്ചാൽ മതി, എവിടെ നിന്ന് വേണമെങ്കിലും. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നല്ലതാട്ടോ, മോശം റോഡും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പോയ വഴി നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മോശമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബീച്ചിലെ കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറുവാണ്. നമ്മൾ പോകുന്ന വഴി തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് എനിക്കൊന്ന് തൃപ്പൂണിത്തറ മരട് ഭാഗത്തെത്തിയപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടനൊന്നും അധികം ഫുഡ് വേണ്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചേട്ടൻ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളല്ലോ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെയും നമ്മുടെ ചെറിയ ആൾ എന്നെ ഇട്ട് വട്ടം കറക്കി അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അവരുടെ പാത്രങ്ങളെല്ലാം പറക്കി ഗ്ലാസും സ്പൂണും എല്ലാം പലതിലേക്ക് മാറ്റി. അവിടെയും വെള്ളത്തിലുള്ളൊരു കളിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വരാൻ കുറച്ചൊരു ടൈം എടുത്ത സമയം ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഇവളെയും കൊണ്ട് അവിടെ ഇരിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ ഒരു ജോലിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വെച്ചു. കീർത്തിമോൾ ഒരു ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ആദ്യം അവൾക്ക് എവിടെ പോയാലും ഒരു ലൈം ജ്യൂസ് ഉണ്ട്. ഫസ്റ്റ് ടൈം തന്നെ അവളങ്ങ് ലൈം ജ്യൂസ് കുടിക്കും. അത് കഴിഞ്ഞതിന് ശേഷമേ അവൾ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് 1-2 ഐറ്റംസാണ് ഓർഡർ ചെയ്തേക്കുന്നത്.
ചേട്ടൻ പറഞ്ഞു ചേട്ടന് അധികം ഐറ്റംസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഐറ്റംസ് മതിയെന്ന്. അപ്പോൾ അത് കാരണം ഞാനും കീർത്തിമോളും 1-2 ഡിഷസൊക്കെ ഓർഡർ ചെയ്തു. അതിപ്പോൾ കൊണ്ടുവരാമെന്ന്. പക്ഷേ ഫുഡ് വരാനായിട്ടൊരു കുറച്ച് ടൈം എടുത്തു കേട്ടോ. ആ ടൈമിലായിരുന്നു ഇവിടെ ഈ ചെറിയ ആളുടെ കളികൾ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ചിക്കൻ ഫ്രൈയും ചിക്കൻ മപ്പാസും അപ്പവും പിന്നെ ഒരു കരിമീൻ ഫ്രൈയും. കരിമീൻ പൊള്ളിച്ചതായിരുന്നു. പക്ഷെ പൊള്ളിച്ച കരിമീൻ അത്ര പൊള്ളിച്ച പോലെ അല്ലായിരുന്നു, കുറച്ച് ഗ്രേവി ടൈപ്പായിരുന്നു. അത് മാത്രമല്ല കറികൾക്കൊക്കെ ചെറിയൊരു മധുരത്തിൻ്റെ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കൂടുതൽ സ്പൈസി ആക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് മധുരത്തിൻ്റെ ഫീലാണ് എല്ലാത്തിലും മുമ്പോട്ട് നിന്നത്. പിന്നെ ഈ കരിമീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ അത്ര ഫ്രൈ ഫീൽ അല്ലായിരുന്നു, കുറച്ചൊരു ഗ്രേവി ടൈപ്പായിരുന്നു കരിമീൻ പൊള്ളിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ചെറിയ ആൾ ചിക്കൻ്റെ ആളായതുകൊണ്ട് അവൾ ചിക്കൻ ഫ്രൈ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സ്പൈസി അല്ലാത്തതുകൊണ്ട് അവൾക്കും ഇഷ്ടപ്പെട്ടു. കീർത്തിമോൾ കഴിച്ചത് അപ്പവും സ്റ്റൂവുമാണ്, ചിക്കൻ്റെ തന്നെ സ്റ്റൂവും. ചേട്ടൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു പീസ് കരിമീൻ്റെ പീസ് മാത്രമേ ചേട്ടൻ കഴിച്ചുള്ളൂ. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ പാഴ്സൽ ചെയ്ത് മേടിച്ച് വീട്ടിലെത്തി കഴിക്കാറുള്ളൂ. കാരണം ഈ കുഞ്ഞുവാവ നമ്മളെയും കഴിപ്പിക്കത്തില്ല, അവളും കഴിക്കത്തില്ല. അത് കാരണം നമ്മളെല്ലാം പാഴ്സൽ മേടിച്ച് വീട്ടിലിരുന്നാണ് മിക്കവാറും കഴിക്കാറുള്ളത്. വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇതിനകത്ത് അധികം കാണാനും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുവരെ തന്ന സ്നേഹവും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.